രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഫാമിലി വെഡിംഗ് സെന്റർ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സും ഫാമിലി വെഡിംഗ് സെന്ററും സംയുക്തമായി നടത്തിയ പരിപാടി ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇമ്പിച്ചി അഹമ്മദ് പതാക ഉയർത്തി. ഫാമിലി വെഡിംഗ് സെന്റർ വടകര ഷോറൂം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സും ഫാമിലി വെഡിംഗ് സെന്ററും സംയുക്തമായി നടത്തിയ ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ് പതാക ഉയർത്തി. മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. അതൊരു വലിയ പ്രയാസമാണ്. അതിൻ്റെ പേരിലാണ് ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, കുടുംബ കലഹങ്ങൾ. കുടുംബം തന്നെ വേണ്ടെന്നാണ് പുതിയ തലമുറയുടെ മുദ്രാവാക്യം. അപ്പം കുടുംബം ഇല്ലാഞ്ഞാൽ നമ്മൾ മറ്റ് ജീവികളെ മാതിരിയായി പോകുന്നുള്ള ഒരു ചിന്തയോ ആ ഒരു അറിവോ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആ ഒരു പോരായ്മ ഉണ്ട് തന്നെ. കുടുംബത്തിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരറിവ് നമ്മളുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അതിനത്ര വില കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാര്യങ്ങളാണ്. പഴയ കുടുംബത്തിൻ്റെ സെറ്റപ്പോ ഇന്നുള്ള കുടുംബം ഇന്ന് ഓരോ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ മക്കൾ നാളെ എന്തായി വരുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം വേണ്ട എന്നുള്ള മക്കളുടെ ഒരു ചിന്ത, ഇതിനൊക്കെ മക്കൾക്ക് നമ്മളെ കുടുംബത്തിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ നല്ല ബോധം നൽകണം അമ്മമാർ. കാരണം അമ്മമാരാണ് മക്കളെ ബോധവൽക്കരിക്കേണ്ട ഒരു ഇത്. നമ്മളിപ്പോൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ജോലിക്ക് വന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എല്ലാം വിദ്യാഭ്യാസ രംഗത്തേക്കാണ് പോകുന്നത്. അവർ ക്യാമ്പസുകളിൽ പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർ വേറൊരു രീതിയിലേക്കാണ് വരുന്നത്. അത് നമ്മൾ വിദ്യാഭ്യാസം അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ആ അറിവ് നമ്മളെ കുടുംബ ജീവിതത്തിനെ തകർക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടതും ഗവൺമെൻറ് അടക്കം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന. അതുകൊണ്ടാണല്ലോ മദ്യത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇപ്പം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ശിഥിലീകരണം അതും സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അത് നമ്മളെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇത് കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ വലിയ പോരായ്മകൾ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്താൻ നമ്മളെല്ലാവരും കൂട്ടമായ ശ്രമം നടത്തും. നമ്മളിപ്പോൾ ഫാമിലി വെഡിങ്ങിന് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഞാൻ തന്നെ എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ആണ് ഇങ്ങോട്ട് കൊയിലാണ്ടിയിലെത്താൻ കോഴിക്കോട്. എന്നാലും നമ്മളെ ഫാമിലിയിൽ എത്തുമ്പോഴാണ് മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, നമ്മളൊരു കുടുംബം പോലെ ഇവിടെ ജീവിക്കുന്നത്. അത് നമ്മളെ ഫാമിലി വെഡിങ്ങിൻ്റെ വളർച്ചയ്ക്ക് തന്നെ നമ്മളെ വടകര ഫാമിലിയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് നമ്മൾ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫാമിലി വെഡിങ് വടകര. അതും കൂടി നമ്മൾ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. മാനേജിംഗ് പാർട്ണർ അഷ്റഫ് KY അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ നേവി റിട്ടയർഡ് ലഫ്റ്റനന്റും കേരള വോളിബോൾ ടീം കോച്ചുമായ VM ഷിജിത്തിനെ ആദരിച്ചു. എല്ലാവർക്കും അറിയാം, ഏകദേശം നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിമകളായി നമ്മൾ ഒക്കെ ജീവിച്ച ആളുകളാണ് നമ്മൾ പൂർവികന്മാരൊക്കെ. അതിൽ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനെ ഒട്ടനവധി ദശലക്ഷക്കണക്കിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആളുകളും പെടുത്താത്ത ആളുകളും കൂടി ഒത്തൊരുമിച്ച് മഹാത്യാഗം ചെയ്തതിൻ്റെ ഗുണമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കുള്ളൊരു അവകാശമല്ല, നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം എന്നുള്ള നമ്മളൊരു ഉത്തരവാദിത്വം കൂടുതൽ. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ സ്വാതന്ത്ര്യം നമുക്ക് തന്നു. അപ്പം അതിനെങ്ങനെ മുമ്പോട്ട് ഓരോരോ ദിവസവും അതിന് എത്ര മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരോ പൗരന്മാർക്കും ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് ഉള്ളതാണ്. അപ്പം അതിൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീരജവാന്മാർ നമുക്കെല്ലാവരും അറിയാം, ഞാനും ഒരു ജവാനാണ്. അപ്പം അങ്ങനെ എത്രയോ വീരജവാന്മാർ അവരുടെ ത്യാഗത്വത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പം അത് നമുക്കൊന്നും അറിയില്ല. കാരണം വെച്ചാൽ അവർ 24 മണിക്കൂറും പല സ്ഥലങ്ങളിൽ, ഇപ്പം ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, പല പല ബോർഡറുകളിലും അത് നിങ്ങൾ പേപ്പറിലൊക്കെ കാണും. അപ്പോൾ അവരാണ് നമ്മളെ ശരിക്ക് ഇന്ത്യയുടെ കാവലാളായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ദിവസവും രാവിലെ വരുന്നു, വൈകുന്നേരം പോകുന്നു. അപ്പം അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഡീപ്പായിട്ട് നമുക്കറിയില്ല. അതാണ് പ്രശ്നം. നമ്മളെ കുട്ടികൾക്കൊക്കെ. അപ്പം കുട്ടികൾക്കുള്ളൊരു പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്കുള്ളൊരു അടിത്തറ നമ്മൾ ഒരു ഫൗണ്ടേഷൻ പായി കൊടുക്കണം. അത് ഇത്തരം സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ആഗസ്റ്റ് 15, ജനുവരി 26 ആ സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെയാണ്
സ്വാതന്ത്ര്യം കിട്ടിയത് അതിനാരൊക്കെ അപ്പം ഇപ്പം കുട്ടികളോട് ചോദിച്ചാൽ മഹാത്മാഗാന്ധി ആരാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റില്ല. അതിന്റെ ഉത്തരവാദിത്തം നമ്മളാണ്, പേരൻസ്. HR ഗോപിക ആശംസ നേർന്ന പരിപാടിയിൽ മാനേജ്മെന്റ് അംഗം റമീസ് നന്ദി പറഞ്ഞു. മറ്റു മാനേജ്മെന്റ് അംഗങ്ങളായ അഫ്സൽ ടി, ഷബീർ, ജുനൈദ്, അഫ്സലുദ്ദീൻ തുടങ്ങിയവരും മുഴുവൻ ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു. അംഗങ്ങൾക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരവും മധുര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.